ഹലോ ഫ്രണ്ട്സ്, തിങ്കൾ ടിപ്സിൻ്റെ തിങ്കൾ ഗാർഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കൊറിയറൊക്കെ ഒരുപാടുള്ളത് കൊണ്ടാണ് കുറച്ച് ദിവസമായി വീഡിയോസ് ഇടാഞ്ഞത്. കൊറിയറെല്ലാം അയച്ചു തീർന്നു. ഇന്ന് അപ്പോൾ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ചേറെ പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. നിങ്ങൾക്ക് വേറെ എങ്ങും കിട്ടാത്ത നല്ല റേറ്റ് കുറവിലാണ് ഞാൻ എല്ലാ പ്ലാന്റ്സും സെയിൽ ചെയ്യുന്നത്. അതുപോലെ ആരും DTDC ആവുമെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, ഫ്രീ പ്ലാന്റ്സും വയ്ക്കുന്നുണ്ട്. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് കഴിഞ്ഞ പ്രാവശ്യം ഫ്ലവർ ഇട്ട് നിൽക്കുന്നത് കാണിച്ചു, അതെല്ലാം ഫ്രൂട്ട്സായി. പക്ഷേ 2 ഞാൻ ഒടിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മോൻ വന്ന് പറഞ്ഞത്, ഉമ്മി ഇത് വീഡിയോ ഇട്ട് കാണിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ച് 2 നേരത്തെ പറിച്ച് വെച്ച് ഞാൻ. ഇതിനകത്ത് കുറച്ചേറെ പഴങ്ങൾ നിൽപ്പുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇതെന്തോ കാടാണോ എന്ന്. കാടല്ല. എപ്പോഴും ഞാൻ ഇതിനിടയ്ക്കൊക്കെ എപ്പോഴും പുല്ല് പറിക്കുകയും കടകൾ പറിക്കുകയൊക്കെ ചെയ്ത് എപ്പോഴും ഇതിനകത്ത് ഞാൻ എപ്പോഴും ഉണ്ട് കേട്ടോ. ഈ പ്ലാന്റ്സിൻ്റെ ആയാലും ഫ്രൂട്ട്സിൻ്റെ ആയാലും എല്ലാം. സമയം വെറുതെ നമ്മൾ സമയം പോകുന്നതും അറിയത്തില്ല. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോസ് ഇട്ടിരുന്നു. ഇപ്പോൾ ഫ്രൂട്ട്സ് ഇതാണ് ഞാൻ നേരത്തെ 2 പറിച്ചെന്ന് പറഞ്ഞത്. ഇതിൽ ഇനിയും പഴുത്ത് കുറച്ചും കൂടി നിൽപ്പുണ്ട്. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻസ് ഇടുക. കമൻസുകളെല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. റിപ്ലൈ ഇടാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ്. കലാത്തിയ ലൂട്ടിയ ആണിത്. കലാത്തിയ ലൂട്ടിയയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് തന്നെയാണ്. 70 റുപ്പീസിന് ഒരെണ്ണം മതി, ഇഷ്ടം പോലെ ആയിക്കോളും. ഒരു കലാത്തിയ ലൂട്ടിയ വാങ്ങിച്ചു വെച്ചാൽ പെട്ടെന്ന് തൈകളാവുന്ന ഒരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ പിങ്ക് റെഡ് ലിസ്റ്റിക്കിൻ്റെ പിങ്കാണിത്. ഇത് നമുക്ക് ഒരുപാടാകുന്ന പ്ലാന്റുകളാണ് എല്ലാം. ഇത് നമ്മുടെ നാടൻ വെറൈറ്റി ആന്തൂറിയമാണ്. പിങ്ക് കളറാണ്. ഇത് നമുക്ക് അവൈലബിളാണ് ഇപ്പോഴും. ആന്തൂര്യത്തിനൊക്കെ പൊതുവേ റേറ്റ് കൂടുതലായതുകൊണ്ട് കുറച്ചേറെ പ്ലാന്റുകൾ ഞാനിപ്പോൾ ഓർഡർ ചെയ്തത് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. കാരണം നമുക്കത് നിങ്ങൾക്ക് വാങ്ങിക്കത്തക്ക രീതിയിലുള്ള റേറ്റിന് ഇടാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. കുറച്ചേറെ പേർ എന്നോട് ആന്തൂര്യം ചോദിച്ചിരുന്നു. അതുപോലെ ഈ അഗ്ലോണിമ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. എല്ലാവർക്കും പ്ലാന്റ്സൊക്കെ കിട്ടി ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. അതുപോലെ എല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലാന്റ്സുകളെല്ലാം നല്ലതുപോലെ കിളിച്ച് കിട്ടുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. താങ്ക്സ് ഗോഡ്. അതുപോലെ നമ്മൾ പ്രാർത്ഥനയോടാണ് എല്ലാവർക്കും അയച്ചു തരുന്നത്. കാരണം ജീവനുള്ളതാണല്ലോ ഇതും. എല്ലാം സർവേഷൻ എല്ലാം നല്ല ആരോഗ്യമായിട്ട് കിളിപ്പിച്ച് കൊടുക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതുപോലെ കുറച്ചേറെ നിങ്ങളോട് എനിക്ക് സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ ബോറ് ആകുമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എല്ലാവരും ഒന്നും ഒരുപാട് നേരം ബോറടി ഇഷ്ടപ്പെടത്തില്ലല്ലോ. കാരണം കുറേ സംസാരിച്ചിരിക്കുമ്പോൾ ആർക്കായാലും ബോറടിക്കുമല്ലോ. ഈ ഹെലിക്കോണിയ നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ. നല്ല വലിയ ഫ്ലവറാണ്. അതിൻ്റെ തൈകൾ നമുക്ക് എത്ര വേണേലും അവൈലബിളാണ്. ഇതിൻ്റെ റെഡും യെല്ലോയും വരുന്നത് കൊണ്ട് ഇത്രയും വലിയ പ്ലാന്റ് തന്നെ. അത് ഞാനിതിന് ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഹെലിക്കോണിയ ഇപ്പോൾ നമുക്ക് അവൈലബിളായിട്ട് 12 വെറൈറ്റി ഉണ്ട്. ഹെലിക്കോണിയ ഹൈബ്രിഡ് വെറൈറ്റിയും നല്ല റേറ്റ് കൂടിയതും എല്ലാം ഉണ്ട്. എനിക്ക് ഹെലിക്കോണിയ വലിയ ഇഷ്ടമാണ്. അതാണ് എല്ലാ സൈസും ഞാൻ വാങ്ങി വയ്ക്കാറുള്ളത്. അതുപോലെ നമ്മുടെ ഫൈക്കസിൻ്റെ വേരിഗേറ്റഡ് ആണിത്. അത് നമുക്ക് അവൈലബിളാണ്. പിന്നെ നമ്മുടെ ഫൈക്കസിൻ്റെ ഗ്രീൻ കളറും നമുക്ക് അവൈലബിളാണ്. ഞാൻ നേരത്തെയൊക്കെ വീഡിയോസ് ഇട്ടിരുന്നു. ഇതേലെ സെയിം പ്ലാന്റാണ്. നല്ല വലിയ പ്ലാന്റാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അതുപോലെ ആരെങ്കിലും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് നോക്കണം. ജെട്രോഫ പ്ലാന്റാണിത്. ജെട്രോഫ പ്ലാന്റ് നല്ല റെഡ് കളർ ഫ്ലവറാണ്. ചെറിയ കുഞ്ഞു ഫ്ലവർ വരുന്ന നമുക്ക് നമ്മുടെ മതിലിനരികിലൊക്കെ ആയിട്ട് വയ്ക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. നല്ല ഇച്ചിരി ഹൈറ്റ് വരും. നമ്മൾ കട്ട് ചെയ്ത് വിടുന്നത് പിടിക്കും. ക്രോട്ടൺ പ്ലാന്റ്സിൻ്റെ കണക്ക് കട്ട് ചെയ്ത് വിടുമ്പം തിക്കായിട്ട് വരും. ഇതാണ് അതിൻ്റെ ഫ്ലവർ. ഈ ജെട്രോഫ പ്ലാന്റിൻ്റെ ഫ്ലവർ വരുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പ്ലാന്റുകളാണ് മൊത്തം. നമുക്ക് മുറായ എന്ന് പറയുന്ന മരമുല്ലയുടെ തന്നെ ചെറിയ തൈകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അത് ഞാൻ ഇട്ടിട്ടില്ല. അടുത്തടുത്ത ദിവസങ്ങളിൽ ഞാൻ വരും. ചൈന ഡോളിൻ്റെ തന്നെ വലിയ പ്ലാന്റുകളാണ് എല്ലാവർക്കും അയച്ചു തരുന്നത്. 100 റുപ്പീസാണ്. അതുപോലെ അഗ്ലോണിമയുടെ കുറച്ച് തൈകൾ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. കുറേ പേര് അഗ്ലോണിമ വെറൈറ്റീസ് വേണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ്. അടുത്തിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം.
ഇതിൻ്റെ വലിയ ലീഫ് വരുന്നതാണ്, നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല വലിയ ലീഫ് വരുന്ന പ്ലാന്റാണ്. അതുപോലെ തന്നെ എലിഫൻ്റ് ഇയർ ആന്തൂറിയമാണിത്. എലിഫൻ്റ് ഇയർ ആന്തൂറിയത്തിൻ്റെ 10 തൈകൾ നമുക്കിപ്പോൾ അവൈലബിളാണ്. ഒരെണ്ണം മതി, ഒരുപാട് തൈകളായിക്കോളും. ഫ്ലവറൊക്കെ ഒരുപാട് ദിവസം നിൽക്കുന്നതാണ്. ഇത് ചെറിയ ലീഫാണ്, ചെറുതെന്ന് വെച്ചാൽ മീഡിയം ആണ്. ഇത് ഇച്ചിരി ഏകദേശം നല്ലൊരു വലിപ്പമുള്ള പ്ലാന്റാണ്. ഇത് വലിയ ലീഫാകുന്നതാണ്, നല്ല ഭംഗിയുമാണ് കാണാനായിട്ട്. അതുപോലെ നമ്മുടെ പീനട്ട് ബട്ടർ ഫ്രൂട്ട്സിൻ്റെ തൈകളാണ്, വലിയ ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈകൾ തന്നെയാണ്. നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ കലാത്തിയ എന്ന് പറയുന്നത് ഗ്രീൻ കളറാണ് ആദ്യം വരുന്നത്, പിന്നീടാണ് നമ്മൾ വെയിലത്ത് വെക്കുന്ന ഒരു കലാത്തിയാണ് വൈറ്റ് ഷെയ്ഡ് വരുന്നത്. അതുപോലെ ഇത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. നല്ല വീതിയുള്ള ലീഫും, നമ്മൾ വിചാരിക്കും ഇത് സൈഡിൽ മുള്ളാണ്, മുള്ളൊന്നുമില്ല. നല്ല ചെറിയൊരു ഗ്രിപ്പ് പോലെയേ ഉള്ളൂ, അല്ലാതെ മുള്ളൊന്നുമില്ല. നല്ല ഭംഗിയുള്ള ഒരു കൈത പ്ലാന്റാണ് ഇത്. നമുക്ക് ഇതിൻ്റെ വേറെ പേരെനിക്കറിയത്തില്ല, ഞാൻ കൈത പ്ലാന്റ് ആണ് എന്ന് പറഞ്ഞാണ് വാങ്ങിയത്. ഇതിൻ്റെ ഈ മുകൾ വശം വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ടൊരു കൂമ്പ് പോലായി. അതുപോലെ നല്ല വീതിയുള്ള നല്ല വിടുത്തുണ്ട്, കണ്ടില്ലേ ഈ ലീഫിന് നല്ല വിടുത്തുള്ള ഒരടി മാത്രമേ ലീഫിന് നീളം വെക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ലെങ്ത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ലെങ്ത്തും വിടുത്തും വീതി കൂടുതലാണ്, ലെങ്ത്തും ഒരടി നീളമേ വരുന്നുള്ളൂ, ലെങ്ത്ത് ഒരടിയേ വരുന്നുള്ളൂ. നല്ല ഭംഗിയുള്ള ഒരു കൈത പ്ലാന്റാണ്, ഇൻഡോറാണ്. നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. വലിയ ഇതേ സെയിം പ്ലാന്റ് 80 രൂപ. ഇതിൻ്റെ ചെറിയ വലിയ വലിപ്പം ഉള്ളതെന്ന് പറയുന്നത് ഇതാണ് സെയിം പ്ലാന്റ് വരുന്നത്. ഇതിൻ്റെ കുറച്ചുകൂടി ചെറുത്, ഒത്തിരി അങ്ങ് ചെറുതല്ല, മീഡിയം സൈസ്. അത് ഏകദേശം ഇതിലും കൂടെ സ്വല്പം ചെറുതാണെന്നേ ഉള്ളൂ, എന്നാലും നല്ല വലിയ പ്ലാന്റ് തന്നെയാണ്. 50 രൂപയ്ക്കും നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. 80 15 റുപ്പീസ് വീതമാണ്. വലുതിന് ഏറ്റവും വലുതിന് 80 റുപ്പീസും പിന്നെ 50. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റെഡ് ഫാമാണ്. റെഡ് ഫാമിൻ്റെ റെഡ് കളർ വന്ന വെറൈറ്റി തന്നെ. അതുകൊണ്ട് ഇത്രയും വലിപ്പമുള്ള കുഞ്ഞു കുഞ്ഞു തൈകൾ വന്നിട്ടുള്ള ഇതേ സെയിം പ്ലാന്റാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നമുക്ക് കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ഇട്ടിരുന്നു, കുറച്ച് തീർന്നു. ഇനി 5 തൈകൾ കൂടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, അത് തീർന്നു. പിന്നെ ഇപ്പം അടുത്ത വീണ്ടും വന്നതാണ്. അതിൻ്റെ ഇച്ചിരിയും കൂടെ വലിപ്പമുണ്ട്. അന്ന് നമ്മൾ തൈ കൊടുത്തതിൻ്റെ 120ൻ്റെ തൈ ആയിരുന്നു. അതിൻ്റെ കുറച്ചുകൂടെ വലിപ്പമുള്ള തൈകളാണ് എല്ലാം ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. ഇപ്പം നമുക്കൊരു 10 തൈയോളം അവൈലബിൾ ആയിട്ടുണ്ട്. 150 റുപ്പീസാണ്. നല്ല ഭംഗിയുള്ള റെഡ് ഫാമാണ്. എല്ലാവർക്കും അറിയാം, ഇൻഡോറായിട്ട് വെക്കാം. നമുക്ക് എപ്പോഴും നല്ല തിക്കായിട്ട് വന്ന് നല്ല റെഡ് കളർ വരുന്ന തണ്ടുകളാണ്. നല്ല ഭംഗിയുമാണ് കാണാനായിട്ട് ഈ റെഡ് ഫാം. ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലിടുക. പിന്നെ ഒരുപാട് പേര് പരാതി പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരു കമൻറ്റ് കണ്ടു, അതിൽ പറയുന്നുണ്ട് കുറേ ദിവസമായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നു, നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കുന്നില്ല എന്ന്. റിപ്ലൈ തരുന്നില്ല എങ്കിലും ഇടയ്ക്കൊന്നൊരു ഹായ് അടിച്ചെങ്കിലും ഓർമ്മിപ്പിക്കാം. വെറുതെ ഹായ് അടിച്ചിരുന്നാൽ ഞാൻ നോക്കത്തില്ല. പിന്നെ പ്ലാൻസ് ഒന്നുകൂടി എഴുതണം, എന്നാലേ ഞാൻ നോക്കുകയുള്ളൂ. അതിലൊന്നും വിഷമിക്കേണ്ട, ഒന്നുകൂടെ നമ്മുടെ കാര്യമില്ലേ. കാരണം നമ്മുടെ ഈ ഒരു ഫോണല്ലേ ഉള്ളൂ. ഈ ഫോണിലേക്ക് വീണ്ടും നമ്മൾ വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ട് ഓരോരുത്തർ പ്ലാൻസിൻ്റെ എടുത്തിടുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം എങ്ങനെ റിപ്ലൈ ഒരാളൊരു പ്ലാൻസ് ചോദിച്ചാൽ അത് വീണ്ടും എടുത്ത് അവർക്ക് അത് വീണ്ടും നമുക്കിങ്ങനെ ഓർഡറുകൾ വരുമ്പോൾ ഇതങ്ങ് അടിയിൽ പോകും. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം. കാരണം ഒരുപാട് പേര് കലാത്തിയായും അതുകൊണ്ട് തന്നെ കലേഡിയും ചോദിച്ചവരുണ്ട്. എനിക്ക് ഞാൻ എടുത്തു നോക്കിയിട്ട് ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരൊന്നുകൂടി ഒരു ഹായ് അടിച്ചാൽ അത് ഫസ്റ്റ് വരും. നമുക്കന്നേരം അവർക്ക് അതിൻ്റെ ഓർഡർ കൺഫേം ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം ഇനിയിപ്പം അങ്ങോട്ട് കുറേ ദിവസത്തേക്ക് നമുക്ക് ഓർഡർ മാത്രം എടുക്കുകയാണ് സാറ്റർഡേ വരെ. അപ്പോൾ നമുക്ക് സമയമുണ്ട്. നിങ്ങൾ ആവശ്യമുള്ളവർ നേരത്തെ ചോദിച്ചവർക്ക് ഇപ്പോൾ ഹായ് അടിച്ച് ചോദിക്കാവുന്നതാണ്. ഞാൻ അതിനുള്ള റിപ്ലൈ തരും. നമ്മുടെ സമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഇടയ്ക്ക് പനിയായിരുന്നു, കുട്ടികൾക്ക് പനിയായിരുന്നു, ഇളയ മോന്, അങ്ങനെയൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുകൾ വന്നു. എന്നാലും എല്ലാവർക്കും പ്ലാൻസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും അയക്കാനുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ബന്ധപ്പെടണം. ഇല്ല എന്നാണ് എൻ്റെ അറിവ്. എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ഹെലിക്കോൺ ഏതാണ്? ഇത് സ്ഥിരം നമ്മൾ ഇടുന്ന ഫോട്ടോസുകൾ തന്നെയാണ്. ഇതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കല്യാണ സൗഗന്ധികത്തിൻ്റെ റേറ്റ് 100 ആയിപ്പോയി. അത് നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ സംഭവിച്ചതാണ്. സോറി, ഞാൻ ഇതുവരെ 100 രൂപയ്ക്ക് ഇട്ടിട്ടില്ല. 40 രൂപയ്ക്ക് ഏറ്റവും വലിയ റേറ്റ് 40 എന്ന് വെച്ചേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പം നമുക്ക് അതിലും കുറവാണ്. അതുപോലെ 2 തൈയാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് കല്യാണ സൗഗന്ധികത്തിൻ്റെ.
അതുപോലെ ഹെലിക്കോണിയയും ഒരു ഷൂട്ടൊക്കെ വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് എല്ലാവർക്കും അയച്ചു തരുന്നത്. അതുപോലെ ഗാർലിക് വൈൻ്റെയും നല്ല അടിപൊളി തൈകൾ, നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈകൾ തന്നെ 20 രൂപയ്ക്ക് ഞാൻ അയച്ചു തരുന്നത്, 20 റുപ്പീസിന്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി വീണ്ടും കാണാം. ബായ്.